കേരളത്തിന്റെ ഏറ്റവും പ്രിയങ്കനായ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട വി ഡി സതീശൻ കോട്ടയം ജില്ലയുടെ പര്യടനത്തിന്റെ ഭാഗമായി രാവിലെ പാലായിൽ നിന്ന് ആരംഭിച്ച് ഈരാറ്റുപേട്ടയിലെ സ്വീകരണത്തിന് ശേഷം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ സ്വീകരണ കേന്ദ്രമായ പൊൻകുന്നത്തേക്ക് കടന്നു വരിക. പൊൻകുന്നത്ത് കൃത്യം 11:30 നമ്മൾ സ്വീകരണം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട 9 മണ്ഡലങ്ങളിൽ നിന്നായി ഏതാണ്ട് 5000-ഓളം പ്രവർത്തകരും നേതാക്കളടക്കമുള്ള പ്രവർത്തകരും നേതാക്കളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ആ പെട്രോൾ പമ്പ്, താഴത്തെ പെട്രോൾ പമ്പ് റോഡിലുള്ള ആ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും, ഗവൺമെന്റ് സ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുന്നത്. രാജേന്ദ്ര മൈതാനിയിൽ വെച്ചാണ് പൊതുസമ്മേളനം. UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളായ പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലടക്കമുള്ള, ഷാഫി പറമ്പിലടക്കമുള്ള നേതാക്കൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേരളത്തിലെ ഒരു ഭരണമാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള യാത്രയാണ് കടന്നു വരുന്നത്. കടന്നു വന്നതെല്ലാം അന്ന് മലബാറിൽ നിന്നും ആരംഭിച്ച് കടന്നു വന്ന എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ സ്വീകരണ സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ സ്വീകരണത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഞങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞത് 5000 പേരെങ്കിലും ഈ സമ്മേളനത്തിലേക്ക് പങ്കെടുക്കുമെന്നാണ്. എല്ലാ സ്ഥലങ്ങളിലും ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. 6-7 ബസ്സുകളാണ് ഓരോ മണ്ഡലത്തിൽ നിന്നും ക്രമീകരിച്ചിരിക്കുന്നത്. അത് വലിയ സമ്മേളനമായി മാറും. ഒരു ഭരണമാറ്റത്തിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ടാണ് ഈ ഒരു ജാഥ കടന്നു വരുന്നത്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി പോലെ അവികസിതമായ ഒരു മണ്ഡലം കഴിഞ്ഞ കുറെ കാലമായി ബഹുമാനപ്പെട്ട ജയരാജ് MLA ആണ് ഇവിടുത്തെ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള, അദ്ദേഹത്തിന്റെ ആ ഭരണത്തിലുള്ള അദ്ദേഹം ജനപ്രതിയായിട്ട് ഈ നാട്ടിൽ വലിയ രീതിയിലുള്ള, ഞങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് ഫണ്ട് ലാപ്സ് ആക്കുന്ന ഒരു MLA എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഏത് ഫണ്ട് കിട്ടിയാലും 3 തവണ ലാപ്സ് ആക്കിയിട്ട് 4ാം തവണയായിരിക്കും ചിലപ്പോൾ നടപ്പാകുന്നത്. അപ്പോൾ തന്നെ ഏതാണ്ട് 10 വർഷങ്ങൾക്കാലം കഴിയും. ഇപ്പൊ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് അടക്കം കേരളത്തിലെ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും പാല അടക്കമുള്ള സ്ഥലങ്ങളിൽ ബൈപ്പാസ് റോഡുകളുണ്ട്. കടുത്തുരുത്തി ബൈപ്പാസ് പൂർത്തീകരണമായി. ഇത് മാത്രമാണ് ഇങ്ങനെ എഴിഞ്ഞു നീങ്ങുന്നത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട്. ഉറപ്പായിട്ടും കാഞ്ഞിരപ്പള്ളിയിലും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം ഉണ്ടാവും. ഈ യാത്ര കടന്നുപോയി കഴിയുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഒരു തുടക്കം കൂടിയാവും.